ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കാളകെട്ട് മഹോത്സവം പുരോഗമിക്കുന്നു. 52 കരകളിൽ നിന്നായി 200-ൽ പരം കാളകളാണ് ഉത്സവത്തിനെത്തുന്നത്. ഓണാട്ടുകരക്കാരുടെ 28ാം ഓണാഘോഷത്തിനോടനുബന്ധിച്ചാണ് കാളകെട്ട് നടക്കുന്നത്. കെട്ടുകാളകൾ പടനിലത്തിലേക്ക് വന്നു തുടങ്ങി. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, പറയൂ. കൃഷ്ണരാജ്, ഈ ഓണാട്ടുകരയുടെ യഥാർത്ഥ ഓണമാണ് ഇന്ന്. അതായത് ഇന്ന് വലിയ ഉത്സവമാണ്. ഈ കെട്ടുകാളകളുമൊക്കെയായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് മുന്നിലെ ഈ ഒരു പടനിലത്തിലേക്ക് എത്തുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു കാളകെട്ട് മഹോത്സവം അത് തന്നെയാണ് ഓച്ചിറക്കാരുടെ എക്കാലത്തെയും ലഹരി. ഓരോ വർഷവും അങ്ങനെ കാത്തിരുന്നുകൊണ്ട് അവർ ഈ ഉത്സവത്തിനായുള്ള മറ്റ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഓരോ നന്ദികേശന്മാരായി ഈ ഓച്ചിറയിലെ പടനിലത്തേക്ക് എത്തിയിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ആവേശകരമായിട്ടുള്ള ഈ വാദ്യമേള ഘോഷങ്ങളോടുകൂടി ആഘോഷിക്കുന്നത് നമുക്ക് കാണാം. എല്ലാവരും അങ്ങനെ തന്നെ വലിയ സന്തോഷത്തിലാണ്. കാരണം ഈ ഒരു ദിവസം അതാണ് ഇവരെല്ലാം കാത്തിരുന്നത്. എല്ലാവരും അമ്മമാരും കുട്ടികളും അടങ്ങുന്ന എല്ലാവരും അങ്ങനെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്, ഒരു ആവേശം തന്നെയാണ് നമുക്ക് എല്ലാവരിലും കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നന്ദികേശന്മാരെയൊക്കെ നാം കാണുന്നുണ്ട്. ഈ ഓച്ചിറയിലെ പടനിലത്തിൽ പല ഭാഗത്തായി ഇങ്ങനെ നന്ദികേശന്മാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓരോ സ്ഥലത്തു നിന്നും ഓരോ കരക്കാരും അങ്ങനെ ഈ ഒരു നന്ദികേശന്മാരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളിലാണ്. രാവിലെ മുതൽ തന്നെ നമ്മൾ പല ഭാഗത്തും കണ്ടതാണ്. അതായത് വലിയ കെട്ടുകാളകളുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയ കെട്ടുകാളകളുണ്ട്. അങ്ങനെ ചന്തമേറിയ നിരവധി കെട്ടുകാളകൾ ഇന്ന് ഈ ഒരു പഠനത്തിലേക്ക് എത്തുകയാണ്. ആ ഒരു ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും ഓരോ കരക്കാരും അങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ അവരൊക്കെ തന്നെ ഈ ഒരു ദിവസത്തിനായി ഇങ്ങനെ കാത്തിരുന്നു. അവസാനം ഇവിടേക്ക് 28ാം ഓണം വലിയ ആഘോഷത്തിലാണ്. വലിയ ആഘോഷത്തിൽ തന്നെ വലിയ ആഘോഷം എല്ലാ വർഷവും ഉണ്ട്. ഇവിടേക്ക് നിങ്ങൾ രാവിലെ തിരിച്ചോ? വീട്ടിൽ നിന്ന് 6 മണിയായപ്പോ തിരിച്ച്. ഇത് എത്രാമത്തെ വട്ടം? ഞങ്ങൾ ആദ്യമായിട്ട് ആദ്യം തന്നെ വലിയ ആവേശമാണ്. ആവേശമാണ്. ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഉണ്ടായിരുന്നു. നിങ്ങൾ ഏത് സമിതിയാ? ഞങ്ങൾ ശ്രീ മഹാദേവൻ കാളകെട്ട് സമിതി. ഹാർബറിന്റെ സൈഡ്. എവിടുന്നാ വരുന്നത്? അവിടുന്ന് തന്നെ അഴീക്ക് ഹാർബർ ബീച്ചിന്റെ അടുത്ത് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയതാണ്. ആദ്യത്തെ ഞങ്ങൾ ഒരു ഐശ്വര്യമായിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് സന്തോഷത്തോടെ വെച്ചിരിക്കുന്നത്. ആഗ്രഹമുണ്ട്. ഇപ്പൊ സന്തോഷമാക്കി, അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇതിലേയും ഗംഭീരമാക്കണം. അപ്പൊ ഇനി തുടർന്ന് ഞങ്ങൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അടുത്ത വർഷവും ഇതേപോലെ തന്നെ ഇവിടെ പിന്നെ നന്ദികേശനെ കൊണ്ടുവരാൻ ഞങ്ങളെ അനുഗ്രഹിക്കാൻ നന്നായി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം. മുൻകൈയെടുത്തത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്. അവരുടെ സംരംഭം. അവർ പറഞ്ഞു ഇപ്രാവശ്യം ഒരു കാള കെട്ടി നമ്മൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവർ 3-4 മാസം കൊണ്ട് അവർ കഷ്ടപ്പെട്ട് ഇപ്പോൾ ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ അത്രയുള്ള ബെനിഫിറ്റ് നമുക്കുണ്ട്. അപ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ നടത്തിയത്. നല്ല സന്തോഷം. കാലങ്ങൾ നമ്മൾ മുമ്പോട്ട് തന്നെ പോകാനായിട്ടാണ് നമ്മുടെ ആഗ്രഹം. തീർച്ചയായും വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഓരോരുത്തരും അങ്ങനെ ഈ കാളകളുമായി ഇങ്ങോട്ട് എത്തുമ്പോൾ. അതായത് നന്ദികേശന്മാരാണ്. നന്ദികേശന്മാരുമായി ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഈ പടനിലമാകെ തന്നെ ഇന്ന് നന്ദികേശന്മാരാൽ നിറയുമെന്നുള്ളതാണ്. വൈകിട്ടോടുകൂടി തന്നെ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടും. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓരോ നന്ദികേശന്മാരും എത്തുമ്പോൾ ഈ പടനിലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അങ്ങനെ ഒരുപാട് പേർ ഒത്തുകൂടി നിൽക്കുന്നത്. എന്തായാലും ഇനിയും അതായത് 52 കരകളിൽ നിന്നായി 200-ൽ പരം നന്ദികേശന്മാർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കൂടുതലും വലിയ തിരക്കിലേക്ക് പോകും. വലിയ ഭക്തജന തിരക്ക് മനോജ് നൽകിയത്. പടനിലത്തിലേക്ക് കെട്ടുകാളകൾ വന്നു തുടങ്ങി. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കെട്ടുകാള മഹോത്സവം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.